ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഭയങ്കര ഒരു ആവറേജ് ഫിലിമായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവറേജ് ഫിലിമാണ്. അങ്ങനെ ഒരു പക്ക ക്രൈം ത്രില്ലർ മൂഡോ അങ്ങനെയൊന്നുമില്ല. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നിരീക്ഷിച്ചത് വലിയ ഒരു ഏറ്റ സംഭവമൊന്നുമല്ല. പടം ഡയറക്റ്റഡ് ബൈ ഡീനോ ഡെനിസ്. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ 3-4 പ്രാവശ്യം മമ്മൂട്ടിയുടെ അടുത്ത് പോയി സ്റ്റോറി പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ ഒന്നും വലിയ എസ് വരെയുള്ള സംഭവം ഇതിനകത്ത് ഇല്ലായിരുന്നു. പിന്നെ പോയി കുറേ റീറൈറ്റ് ചെയ്ത് തന്നെയാണ് അവസാനം ഈ പടം വർക്കൗട്ടായി ഇപ്പോൾ സിനിമയായത്. അതിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ആസ് എ ന്യൂ ഡയറക്ടർ പുള്ളിക്കാരൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ വലിയൊരു സാറ്റിസ്ഫൈ എനിക്കതിന് കിട്ടിയിട്ടില്ല. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് മെയിൻ ആക്ടർ മമ്മൂട്ടിയല്ല, ഗൗതം വാസുദേവ മേനോനാണ്. അത് പടം കണ്ടവർക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിൽ അവസാനത്തെ 20 മിനിറ്റാണ് മമ്മൂട്ടി ഇറങ്ങി വന്ന് വിളയാടുന്നത്. അതുവരെ മമ്മൂട്ടി ബസ്സിനകത്ത് തന്നെയാണ്. 2-3 ഫൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല പടത്തിൽ. പക്ഷെ ഗൗതം വാസുദേവനോ കസറി സത്യം പറഞ്ഞാൽ അങ്ങേര് പൂന്ത് വിളയാടി. ഗൗതം വാസുദേവനോ കിട്ടിയ ഗ്യാപ്പെല്ലാം അങ്ങേര് സെറ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഭയങ്കര വീക്കാണ്. സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര വീക്കായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായിദ് അബ്ബാസ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര വീക്കായിരുന്നു. പറഞ്ഞാൽ ഭയങ്കര വീക്കല്ലേ, ശോകം കുറേ ബേസും കൂട്ടിയിട്ടാൽ നമ്മളങ്ങ് ഓളം അല്ലെങ്കിൽ ആ വൈബ് കയറുമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ആ ഒരു ഫീലൊന്നും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നില്ല. ആ പടം എവിടെയൊക്കെയോ ഒരു കൊള്ളാം എന്നുള്ളൊരു ഫീൽ അല്ലാതെ സെറ്റ് എന്നുള്ളൊരു ഓൺ മോഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും വന്നിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഒരു ആവറേജ് ഫിലിം. അവസാനത്തെ 20 മിനിറ്റ് വേണ്ടി നമുക്ക് കറക്റ്റ് അവസാനം ഇരുന്ന് മമ്മൂട്ടിയുടെ വിളയാട്ട് ആ സ്ക്രീൻ മൊത്തം മമ്മൂട്ടി കൊണ്ടുപോകും. അത് വേറെ ആർക്കും കിട്ടും. അവസാനത്തെ 20 മിനിറ്റ് വേണ്ടി നമുക്ക് ഈ പടം ധൈര്യമായിട്ട് പോയി കാണാം. ബട്ട് ഫോർ മീ ഇറ്റ്സ് ആൻ ആവറേജ്, ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ.